നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ശ്വാസനാളം വീർക്കുന്നതും ഇടുങ്ങിയതുമായ ശ്വാസകോശത്തിന്റെ വിട്ടുമാറാത്ത രോഗമാണ് ആസ്മ. ആസ്മ രോഗലക്ഷണങ്ങളും കാരണങ്ങളും തുടങ്ങിയ ആസ്മയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം പൾമോളജിസ്റ്റ് ഡോക്ടർ അഭിനവ് സോമനാഥനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ ആസ്മ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ഈ ആസ്മ എന്ന രോഗത്തെ നിർവചിക്കാൻ കഴിയുന്നത്? ബേസിക്കലി ആസ്മ എന്ന് പറയുന്നത് സാധാരണ ഒരു അലർജിക് ഡിസീസ് പോലെയാണ്. സാധാരണ അലർജി എന്ന് പറയുന്നത് നമ്മൾ കണ്ണിലൊക്കെ മൂക്കൊലിപ്പ്, മൂക്കൊടപ്പ്, തുമ്മല് ഇതൊക്കെയാണ്. അതേപോലെ തന്നെയുള്ള ഒരു അസുഖമാണ് ഈ ആസ്മ എന്ന് പറയുന്നത്. അതേ സംഭവം നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം. അതായത് നമ്മളെ ഈ ശ്വാസകോശം ചുരുങ്ങിപ്പോയി അതിനുള്ള നീർക്കെട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സിംറ്റംസ് ആണ് ഈ ആസ്മ എന്ന് പറയുന്ന അസുഖത്തിൽ ഉണ്ടാവുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ആസ്മ എല്ലാവർക്കും ഓരോ തരത്തിലായിരിക്കുമല്ലോ. ഓരോ വ്യക്തിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ടല്ലോ. സാധാരണ കണ്ടുവരുന്ന ഈ ആസ്മയുടെ ലക്ഷണങ്ങൾ അത് ഏതൊക്കെയാണ്? ആസ്മ കൂടുതലായി കണ്ടുവരുന്നത് ഈ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണെന്ന് പറയാറ്. കുട്ടികളിലാണ് ഇത് ആദ്യമായിട്ട് കൂടുതലായി കണ്ടുവരാറുള്ളത്. പിന്നെ അത് പതുക്കെ അത് കൺട്രോൾ ആവാതിരിക്കുമ്പോഴാണ് അഡൾട്ടിലേക്ക് പോകാറ്. റെയർ കേസസിലാണ് മാത്രമാണ് അഡൾട്ട് ഓൺസെറ്റ് ആസ്മ കണ്ടുവരുന്നത്. കൂടുതലായിട്ടും ഉണ്ടാകുന്ന സിംറ്റംസ് ശ്വാസം മുട്ടല്, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള സിംറ്റംസും ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ പ്രായത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാധാരണ ഈ ആസ്മ ഏത് പ്രായത്തിലാണ് ഇത് കൂടുതൽ ആസ്മയായിട്ട് കാണപ്പെടുന്നത്? ചെറുതിലേ മുതൽ തന്നെ കാണപ്പെടുന്നതാണോ, അതല്ലെങ്കിൽ ഒരു പ്രായമുണ്ടോ ഇതിന്? ഒരു പ്രായം എത്തുമ്പോഴാണ് ഈ ആസ്മ ഗുരുതരമാകുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഏജ് ഗ്രൂപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലാണ്. പിന്നെ അത് കൺട്രോൾ ആവാതെ പോകുമ്പോഴാണ് അത് അഡൽട്ടിലേക്ക് മാറും. മേ ബി ഒരു 20 years ലേറ്റർ ഒക്കെയാണ് ഇത് അഡൽട്ട് ഓൺസെറ്റ് ആസ്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പറായി എടുത്തിട്ടില്ലെങ്കിൽ മാത്രം. പിന്നെ റെയർ കേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയർ കേസസിൽ ഇത് അഡൽട്ട് ഓൺസെറ്റ് ആസ്മയായിട്ട് വരാം. ഈ ആസ്മ എത്ര തരത്തിലുണ്ട്? ഈ രോഗം എത്ര തരത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്? മെയിനായിട്ട് അലർജിക് ആസ്മയാണ്, അതുപോലെ തന്നെ നോൺ അലർജിക് ആസ്മയുണ്ട്. പിന്നെ ഈ എക്സസൈസ് കൊണ്ട് വരാൻ പറ്റുന്ന ആസ്മയുണ്ട്, സീസണൽ ആസ്മ, ഇങ്ങനെ ഒക്കുപേഷൻ ആസ്മ. ചില ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഇങ്ങനെ പൊടിയുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉള്ള ആൾക്കാർക്ക് ഈ ഒക്കുപേഷൻ ആസ്മ എന്ന് പറയുന്നത് വരാം. മറ്റൊരു കാര്യമുള്ളത്, എന്താണ് ഇതിൽ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിലെല്ലാം പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്താണ്? എന്തൊക്കെ കാരണം കൊണ്ട് ഈ അസുഖം വരാം? അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും ഓരോ കാരണങ്ങളാണോ, അതോ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഉണ്ടാവും ഈ ആസ്മ വരുന്നതിന് വേണ്ടി? മെയിനായിട്ട് പ്രധാന കാരണം എന്ന് പറയുന്നത് അലർജിയാണ്. നമുക്ക് ഈ നമ്മളെ ഭൂമിയിലുള്ള എല്ലാ സാധനത്തോടും അലർജി. ഫുഡ് അലർജി എന്ന് പറയാം, നമുക്ക് പോളൻ, ചെടിയിൽ പൂവിന്റെ പൊടി, പൂവിന്റെ പോളൻ അലർജി, ഫംഗൽ ഡിസീസ്, ഫംഗൽ അലർജി, വീട്ടിലുണ്ടാവുന്ന പൊടി, ഹൗസ് ഡസ്റ്റുമായിട്ട് എന്ന് പറയുന്ന പൊടി. ചില സമയത്ത് ഇത് ട്രിഗറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ട്രിഗറിന് നമ്മൾ കാലാവസ്ഥ മാറുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകും. തണുപ്പ് കാലത്ത് കൂടും, ചൂട് കാലത്ത് കുറയും, അങ്ങനെയുള്ളത്. പിന്നെ എക്സസൈസ് കൊണ്ട് വരുന്നത്, അതാണ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം. പിന്നെ റയറായിട്ട് ഒബീസിറ്റി കൊണ്ടുണ്ടാവുന്ന ആസ്മ വരാം. പിന്നെ റെക്കറന്റ് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ആസ്മ കൂടി വരാം. മറ്റൊന്ന്, ഇപ്പോൾ ഈ അലർജിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ അലർജി, എല്ലാ അലർജികളും ആസ്മയായിട്ട് മാറാറുണ്ടോ? അല്ലെങ്കിൽ അലർജി ഒരു ആസ്മയാകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? അതാണ് ഈ അലർജി ആസ്മ കൂടുതൽ ചാൻസസ്. നമ്മൾ ഈ അലർജി ഉണ്ടാകുമ്പോൾ ഈ മൂക്കൊലിപ്പും തുമ്മലും ഉണ്ടാകും. അപ്പൊ അത് പതുക്കെ കുറച്ച് കാലം കഴിയും തോറും ഇത് പതുക്കെ ഉള്ളോട്ടേക്ക് ഇറങ്ങും. മൂക്കൊലിപ്പം നേരെ വലിച്ചെടുത്തെടുത്ത് ഈ കണ്ടിന്യൂഷൻ ആണല്ലോ, ഈ മൂക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പൊ അത് പതുക്കെ ഈ അലർജിക് ഡിസീസ് കൺട്രോൾ അല്ലെങ്കിൽ അത് ആസ്മയിലേക്ക് പോകും. ഇതിലിപ്പോൾ ഒരു രോഗനിർണയം അതെങ്ങനെയാണ്? എല്ലാ അലർജികളും ആസ്മയെ മാറില്ലല്ലോ. അപ്പോൾ ഈ ഏത് ഘട്ടം എത്തുമ്പോഴാണ് ഇതൊരു ആസ്മയിലേക്ക് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന്റെ ഒരു നിർണയം, രോഗനിർണയം അതെങ്ങനെയാണ്? അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിംറ്റംസ് വെച്ച് പേഷ്യൻസ് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ ഹിസ്റ്ററിയാണ് മെയിനായിട്ട് നോക്കുക. നമ്മളെ പേഷ്യന്റ് എന്താണ് സിംറ്റംസ്. കഫക്കെട്ട്, ചില കുട്ടികളിലാണെങ്കിൽ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ചുമയാണ് പ്രസന്റിങ് കംപ്ലൈന്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്ററിയാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ടത്. പിന്നെയുള്ളത് ടെസ്റ്റുകളാണ്. നമുക്കൊരു ശ്വാസകോശത്തിന്റെ ടെസ്റ്റ് ഉണ്ട്, PFT എന്ന് പറയും. അപ്പൊ അത് ചെയ്താലും മനസ്സിലാവും. പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ആണ്. അത്ര സെൻസിറ്റീവ് അല്ലെങ്കിലും ബ്ലഡ് ഇയോസിനോഫിലിസ് എന്ന് പറയും. ഇപ്പൊ അലർജിക് ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റ് ആണ്. പിന്നെ ഇപ്പൊ പുതുതായി കണ്ടുവരുന്ന ഇമ്പൾസ് ഓസിലോമെട്രി എന്ന് പറയുന്ന പല പല ടെസ്റ്റുകൾ ഇതിന്
ലഭ്യമാണ്. അത് കൂടി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഈ ആസ്മ പലപ്പോഴും ജനറ്റിക് ആയിട്ട് വരുന്നതാണ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ജനറ്റിക് ആയി വരുന്ന ഒരു രോഗം തന്നെയാണോ ആസ്മ? ഈ ഒരു സ്പെസിഫിക് ജീൻ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പലതരം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ജീൻസ് ഒക്കെ ഇപ്പൊ പറയുന്നുണ്ട് ജനിതകമാണ്, ജനിതകമല്ലാതെയും വരാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റെക്കറന്റ് ഇൻഫെക്ഷൻ കൊണ്ടും ആസ്മ വരാം. അപ്പം ജനിതകമായത് കൊണ്ടാണ് നമുക്ക് ഈ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ 2 പാരന്റ്സിനും ഈ ആസ്മ അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഒരു 80% ഉണ്ട്. അതിൽ ഒരു പാരന്റിന് മാത്രമേ എഫക്ട് ഈ അലർജി പ്രശ്നം ഉള്ളതാണെങ്കിൽ ഒരു 40% ചാൻസ് ആണുള്ളത്. ചില സമയം ജനറേഷൻ സ്കിപ്പ് ചെയ്തിട്ടും ഇത് പുറത്തോട്ട് വരാം. സ്കിപ്പ് ജനറേഷൻ എന്ന് പറയും ഈ ആസ്മ വരാനുള്ള ഈ ജനറ്റിക് കാരണങ്ങൾ. വേറൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത് ഈ തണുപ്പ് കാലമാകുമ്പോൾ ആസ്മ കൂടും, അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെ ആ ഒരു സമയങ്ങളിൽ ഈ ആസ്മ ഉള്ള രോഗികൾക്ക് ആ രോഗം കൂടുതലാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതെ, അതാണ് ഈ ക്ലൈമറ്റ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലൈമറ്റ് വേരിയബിലിറ്റി നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ആസ്മ തന്നെയാണ്. കാരണം കാലാവസ്ഥ മാറുന്ന ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഇതൊക്കെ ഈ തണുപ്പ് കാലത്ത് ഈ ശ്വാസകോശം കുറച്ച് ചുരുങ്ങി പോകും. നോർമൽ ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. പക്ഷെ ആസ്മ ഓൾറെഡി ശ്വാസകോശം ചുരുങ്ങി വരുന്നതുകൊണ്ട് ഈ തണുപ്പ് കാലത്ത് ഇത് കൂടുതലായിട്ട് വരാം. അതാണ് ഈ ക്ലൈമറ്റ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ആസ്മയുള്ള ഒരു രോഗിയുടെ ഒരു ചികിത്സ അത് ഏത് രീതിയിലാണ്, എങ്ങനത്തെ തരത്തിലുള്ള ഒരു ചികിത്സയൊക്കെയാണ് നൽകാറുള്ളത്? മെയിനായിട്ട് ഇൻഹേലേഴ്സ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അത് ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് ഇതിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അത് പ്രോപ്പറായി ഉപയോഗിച്ചാൽ നമുക്കത് ആസ്മ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു പ്രിവെന്റബിൾ ഡിസീസ് അല്ല, അതൊരു ക്യൂറബിൾ ആണ്. അല്ല, ഒരു കൺട്രോളബിൾ ഡിസീസ് ആണ്. നോട്ട് ക്യൂറബിൾ അല്ല, ഒരു നമുക്ക് പ്രിവെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കൺട്രോൾ ചെയ്ത് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞ ഈ മെയിനായിട്ട് ഇൻഹേലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ രോഗം വന്നാൽ അത് പൂർണ്ണമായും ഭേദമാകാത്തതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുള്ളത്, അങ്ങനെ ഒരിക്കലൊരു രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ആൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറയാനുള്ളൊരു സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ അലർജിയാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം. അപ്പൊ നമ്മൾ ഏതിനോടാണ് അലർജി ഉള്ളത്? ഇപ്പൊ വീട്ടിലുള്ള പൊടിയാവാം, പൂമ്പൊടിയാവാം, പോളൻസ് ആവാം, വീട്ടിലുണ്ടാവുന്ന ഡസ്റ്റ് മൈറ്റ് ആവാം, ഓക്യുപേഷൻ കൊണ്ടുണ്ടാവുന്ന പൊടി കൊണ്ടാവാം. ഇതൊക്കെ നമുക്കൊരു ആസ്മ പേഷ്യൻസ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഒരു മാസ്ക് ഇട്ടിട്ട് കവർ ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് മെയിനായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ പ്രോപ്പർ ഇൻഹേലേഴ്സ് പ്രോപ്പറായി ഉപയോഗിക്കുക. അത് എല്ലാ പേഷ്യൻസും ഇപ്പോൾ 1 മാസം എടുക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അത് അവർ വിട്ടേക്കും. പിന്നെ അത് അടുത്ത സീസൺ ആകുമ്പോൾ ഇതിന്റെ ഇരട്ടിയിലായിട്ട് വരിക. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ഈ അലർജൻ അവോയ്ഡൻ മെഷേഴ്സും അതിന്റെ കൂടെ പ്രോപ്പർ ഇൻഹേലേഴ്സ് യൂസും കൂടിയായാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ആസ്മ എന്ന് പറയുന്നത് ഒരു ഗുരുതരമായൊരു രോഗമാണ് എന്നുള്ളത്. അത് എങ്ങനെയാണ് മെഡിക്കൽ ടൈമിൽ അതൊരു ഗുരുതരമായൊരു രോഗാവസ്ഥയാണോ ശരിക്കും ആസ്മ? അതെ, ഗുരുതരമായിട്ടുള്ള സിവിയർ ആസ്മ എന്ന് പറയും, നമ്മൾ സിവിയർ അൺകൺട്രോളബിൾ ആസ്മ എന്ന് പറയും. പക്ഷെ ഇത് എങ്ങനത്തെ പേഷ്യൻസിനാണ് കൂടുതലായിട്ട് വരാറുള്ളതെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുക്കാത്ത പേഷ്യൻസിലേക്കാണ് ഇത് കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഒരു ലങ്സ് എന്ന് വെച്ചാൽ ഒരു 24 ഏജ് വരെയാണ് ഇതിന്റെ വളർച്ചയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ കൂടെ ഇതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ കൂടെ ഒരു ആസ്മയും കൂടി ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ഒരു ഫംഗ്ഷൻ കുറയുന്നതിന്റെ ഒരു തോത് കൂടുതലായിരിക്കും. അപ്പൊ അത് ആ ഒരു ഫംഗ്ഷൻ കുറയുന്നതാണ് നമുക്കിത് ഇൻഹേലേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ഇൻഹേലർ നേരത്തെ പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രതിവിധി എന്നുള്ളത് പറഞ്ഞു. അത് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് ഒരു സ്വാഭാവികമായി അത് ഉപയോഗിച്ചത് കൊണ്ട് ഈ രോഗം മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരളവ് വളരെ പെട്ടെന്ന് കുറയാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇൻഹേൽഡ് ട്രീറ്റ്മെന്റ് എടുത്താൽ ഞാൻ പറഞ്ഞില്ല, അത് മെയിൻലി ഇതൊരു കൺട്രോളബിൾ ഡിസീസാണ്. ഇതിപ്പോ ഒരു സാധാരണ ഒരു ന്യൂമോണിയ ഒരു പനിയോ വരുന്നവരെ നമുക്കൊരു 5 ദിവസം ആന്റിബയോട്ടിക് എടുത്തോ 5 ദിവസം ഇൻഹേലർ എടുത്തോ മാറുന്ന സാധനമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഹേലർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ തന്നെ പുതിയ ജീന ഗൈഡ് ലൈൻസ് നമ്മുടെ ആസ്മയുടെ അസോസിയേഷൻ തന്നെ പറയുന്നത് മേക്ക് ഇൻഹേൽ ട്രീറ്റ്മെന്റ്സ് അക്സസിബിൾ ഫോർ ഓൾ എന്നാണ്. എല്ലാവർക്കും ഈ ഇൻഹേൽ ട്രീറ്റ്മെന്റ് എത്തിക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അത് നമുക്ക് എപ്പോഴാണ് കൂടുതലുള്ള സമയത്ത് ആ സമയത്ത് ഇൻഹേലർ ഉപയോഗിക്കുക. പിന്നെ അതിന്റെ നമുക്ക് ഒരു റെസ്ക്യൂ ആയിട്ട് അത് തുടരെ കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരണം. ഈ ആസ്മയുള്ളവർ കൂടുതൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? സ്റ്റഡി ഞാൻ കേട്ടിട്ടില്ല, സത്യാവസ്ഥ എനിക്കറിയാം. ഓക്കെ, മറ്റൊരു കാര്യമുള്ളത്, ഈ രാത്രി സമയങ്ങളിലൊക്കെ നമുക്കറിയാം അസുഖങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അസുഖം മൂർച്ഛിക്കുന്ന ഒരു സമയമാണ് രാത്രി സമയം എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു ആസ്മ രോഗിക്ക് ഇത്തരത്തിൽ രാത്രിയിൽ ഈ ഒരു ആസ്മ ഉണ്ടാവുമ്പോൾ അത് കൂടുതലായി വരികയാണെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷനാണ് ആ ഒരു വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രിയും ഈ ഏർലി മോർണിംഗ് ഒക്കെയാണ് ഇതിന് കൂടുതൽ ശ്വാസകോശത്തിൽ പ്രശ്നം ഉണ്ടാവുക, ഈ കൺട്രോൾ ഇല്ലാത്ത പേഷ്യൻസിന്. അപ്പൊ ആ സമയത്ത് ഇൻഹേലേഴ്സ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുക. റിലീവർ മെഡിക്കേഷൻസ് ആണ് ഇൻഹേലേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ വീട്ടിലെ നെബുലൈസർ ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഡോക്ടറുമായി ബന്ധപ്പെടുക ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ആസ്മയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഇൻഹേലർ ഉപയോഗിക്കേണ്ട സാഹചര്യമാണോ, അതല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെയാണോ ഇൻഹേലർ ഉപയോഗിക്കേണ്ടത്? അതോ ആദ്യം തന്നെ ഈ ഇൻഹേലർ ആണോ ഇതിൻ്റെ ഒരു ആശ്വാസം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇൻഹേലറിൻ്റെ ഒരു യൂസ് തന്നെയാണോ? അതെ, അതാണ് ഇൻഹേലറിന്റെ എല്ലാവരും ഇതൊരു മിത്തുണ്ട്. ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലകൾ ഉപയോഗിക്കേണ്ടി വരും, ഇൻഹേലറിന്റെ സ്റ്റിറോയിഡ്സ് ആണുള്ളത്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മിത്ത്. അതായത് ഇൻഹേലേഴ്സ് സ്റ്റിറോയിഡ്സ് ആണ് ഞാൻ പറഞ്ഞത്, സ്റ്റിറോയിഡ്സ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. പക്ഷെ ഇൻഹേലറിന്റെ ഗുണം എന്ന് വെച്ചാൽ നേരെ ഡയറക്ട്ലി നമ്മൾ ലങ്സിലേക്കാണ് എത്തുന്നത്. അപ്പൊ അതിൻ്റെ ലങ്സിന്റെ ആ പ്രതലത്തിൽ എത്തിയിട്ട് ആ ചുരുങ്ങിയ സാധനത്തിന് വലുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബെസ്റ്റ് സൈഡ് എഫക്ട്സ് ഫ്രീ ഏറ്റവും കൂടുതലുള്ളത് നല്ലത് ഇൻഹേലർ ഉപയോഗിക്കുകയാണ്, ബെറ്റർ ദാൻ ടാബ്ലറ്റ്സ്. പേഷ്യൻസ് പലപ്പോഴും ഈ സ്റ്റിറോയിഡ് വെച്ച് ടാബ്ലറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. പക്ഷെ ടാബ്ലറ്റ് നമുക്ക് ഇൻഹേലറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ഡബിൾ ഇരട്ടി ഡോസ് ആണ് കൊടുക്കേണ്ടി വരിക. ഇൻഹേലർ നമ്മൾ ജസ്റ്റ് ഒരു മൈക്രോ ഡോസ് മാത്രം മതി. നേരെ അത് പ്രതലത്തിലെത്തി അതിൻ്റെതായ ഫംഗ്ഷൻ, അത് ചുരുക്കിയ സാധനമാണെങ്കിൽ അതിന് വലുതാക്കുകയും ചെയ്യും. നേരത്തെ കാലത്ത് തുടങ്ങുന്നുണ്ടെങ്കിലും അത് ബെറ്റർ ആണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ കുട്ടികളിൽ ഈ ആസ്മ വരികയാണെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ഈ ഇൻഹേലർ മാത്രമാണോ അവർക്കും കൊടുക്കാൻ പറ്റുന്നൊരു ചികിത്സ എന്ന് പറയുന്നത്? അല്ലെ ഈ ചെറിയ കുട്ടികൾക്ക് എത്രത്തോളം ഈ രോഗം വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്? അതെ, ഞാൻ ചെറിയ കുട്ടികൾക്കും ഈ അലർജിക് ടെൻഡൻസി ഉള്ള കുട്ടികളാണ്, വീട്ടിലെ എല്ലാവർക്കും പാരന്റ്സിന് അലർജിക് ടെൻഡൻസി ഉള്ളത് ആൾക്കാരാണെങ്കിൽ ഈ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില സമയം ചെറിയ റെക്കറന്റ് ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിനും ഈ ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അവർക്കും ബെറ്റർ ഇൻഹേലേഴ്സ് ആണ് നല്ലത്. പക്ഷെ കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻഹേലർ അല്ല, അതിനൊരു സ്പേസർ എന്നൊരു സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത് കൂടുതൽ ലങ് ഡെപ്പോസിഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ശരി, എന്തായാലും ആസ്മയെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വളരെ നന്ദി ഡോക്ടർ അഭിനവ്, ഈ അവസരത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയതിന്. ഇതോടെ ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.